ഏതായാലും കണ്ടന്റ് ഇല്ലാതിരിക്കുന്ന കോയമാർക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ആശംസകൾ ഇൻ അഡ്വാൻസ് കേട്ടോ കോയമാരെ. അപ്പം ജസ്ന സലീം വിഷ് ചെയ്തു. ഞങ്ങൾക്ക് എന്തിനു വേണം? നമസ്കാരം. സമൂഹത്തിന്റെ പല കോണിൽ നിന്നും പല രീതിയിലുള്ള വിമർശനങ്ങളും കളിയാക്കലുമൊക്കെ ധാരാളം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജസ്ന സലീം. ജസ്ന എന്ന യുവതിക്ക് ഈ സമൂഹത്തിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ പിന്നെ എന്തുകൊണ്ടാണ് ജസ്ന സലീം ഇത്രയേറെ വിമർശനങ്ങൾ നേരിടുന്നത്? അതിനൊറ്റ ഒരു ഉത്തരമേ ഉള്ളൂ. ജസ്ന സലീം ചെയ്യുന്ന പല പ്രവർത്തികളും നമ്മുടെ സമൂഹത്തിൽ വിള്ളൽ വീഴുന്ന രീതിയിലുള്ളതാണ്. പല മതവിഭാഗങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിൽ, പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ, ഇവൻ കലാപം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികളാണ് ജസ്ന സലീം കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണ മാത്രമാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നമുക്കത് അറിവില്ലായ്മയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാം. പക്ഷേ ഇത് ഒരു തവണയല്ല, പല തവണയായിട്ട് എത്ര കിട്ടിയിട്ടും, എത്ര ആൾക്കാർ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടും, എത്ര ആൾക്കാരെ വിമർശിച്ചിട്ടും അതേ പ്രവൃത്തി തന്നെയാണ് ജസ്ന സലീം തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാട്ടിക്കൂട്ടിയ പണിയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു തവണയാണോ ജസ്ന സലീം തെറ്റ് ചെയ്തത്? അല്ല, പല തവണ അവർ തെറ്റ് ചെയ്തു. അവർ ചെയ്ത തെറ്റുകൊണ്ട് അവർക്ക് മാത്രമാണോ വിമർശനം കിട്ടിയത്? അവർക്ക് മാത്രമാണോ കളിയാക്കൽ നേരിടേണ്ടി വന്നത്? അല്ല, മുസ്ലിം മതവിഭാഗങ്ങളിൽപ്പെട്ട മറ്റ് ആൾക്കാർക്കും അവർ ചെയ്ത പ്രവൃത്തി കൊണ്ട് വിമർശനം നേരിടേണ്ടി വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ജസ്ന സലീം എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്ന തെറ്റ് മറ്റുള്ളവരെയും ബാധിക്കുന്നുണ്ട്. അതിലൂടെ മറ്റുള്ളവർക്കും വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ജസ്ന സലീമിനെ എല്ലാവരും കളിയാക്കുന്നത്, വിമർശിക്കുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാൻ ജസ്ന സലീം എന്ന് പറയുന്ന ഈ യുവതിയെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആദ്യം കാണിച്ച വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ജസ്ന സലീം പെരുന്നാൾ ആശംസ പറയുന്ന വീഡിയോ ആണ്. ജസ്നയ്ക്ക് നല്ല ആർക്ക് വേണമെങ്കിലും പെരുന്നാൾ ആശംസ പറയാം, പക്ഷെ അത് നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടായിരിക്കണം. അങ്ങനെ നല്ല ഉദ്ദേശമല്ല നമുക്കുള്ളത് എന്നുണ്ടെങ്കിൽ പെരുന്നാൾ ആശംസയൊന്നും പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളുടെ ആശംസ ആർക്കും വേണ്ട. പക്ഷെ ജസ്ന ഇവിടെ ഈ ആശംസ പറഞ്ഞത് എന്തുദ്ദേശത്തോടു കൂടിയിട്ടാണ്? നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടാണോ? അല്ല, മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കണം. അതിന് ഉദാഹരണമാണ് ജസ്ന സലീം ഈ ആശംസ പറയുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞ സെന്റൻസ്. ഇതിന് ശേഷവും ജസ്ന സലീം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്ന സലീം നല്ല ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല ഈ ഒരു പെരുന്നാൾ ആശംസ പറയുന്നത്. മതമില്ല എന്ന് പറഞ്ഞാലും നമുക്ക് ജസ്ന സലീമിന് പെരുന്നാൾ ആശംസ പറയാം. വളരെ സ്നേഹത്തോടെ, വളരെ മനോഹരമായിട്ടൊരു പെരുന്നാൾ ആശംസ പറഞ്ഞ് ആ വീഡിയോ അവസാനിപ്പിക്കാം. പക്ഷെ ജസ്നയുടെ ഉദ്ദേശം അതല്ല, പ്രകോപനം ഉണ്ടാക്കണം. മുസ്ലിം മതവിശ്വാസികളുടെ ഇടയിൽ ഒരു പ്രകോപനം ഉണ്ടാക്കണം. ഈ വീഡിയോ പല മുസ്ലിം മതവിശ്വാസികളും എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യണം, ഉസ്താദുമാരെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യണം. അതിലൂടെ കുറച്ചും കൂടി ഒരു പബ്ലിസിറ്റി ഉണ്ടാക്കണം, കുറച്ചും കൂടി ഒരു കലഹം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ജസ്ന സലീം ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ ജസ്ന പറഞ്ഞ ബാക്കി കാര്യങ്ങളും കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അത് കേട്ടിട്ട് നിങ്ങൾ പറ ജസ്നയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത്. മതമില്ലാത്ത ജസ്ന സലീം ഒരു മതത്തിന്റെ വിഷയത എങ്ങനെ ഇരിക്കും നോക്കാം. എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വലിയ പെരുന്നാൾ ആശംസകൾ, അതും ഇൻ അഡ്വാൻസ്. മതത്തിൽ നിന്ന് വിട്ട് പോയിട്ട് നീ എന്തിനാ വലിയ പെരുന്നാൾ വിഷയം വന്നത് എന്ന് ചോദിക്കാൻ വരണേ. കാരണം നിങ്ങളുടെ ഓരോ വരവിനെയും കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം, അത് പറയാതിരിക്കാൻ വയ്യ. ഈ മതം വേണ്ടാന്നോ, മതത്തിൽ നിന്നും പിന്മാറുന്നോ, അല്ലെങ്കിൽ മതാചാരങ്ങൾ വിടുന്നോ ഈ മുസ്ലിംസ് മതസ്ഥരല്ലാതെ വേറൊരു മതസ്ഥരാണ് പറയുന്നതെങ്കിൽ, ഇവൻ ക്രിസ്ത്യൻ മതസ്ഥരോ അല്ലെങ്കിൽ ഹിന്ദു മതസ്ഥരോ അങ്ങനെ പറയാം, എനിക്ക് ഹിന്ദു മതത്തിൻ്റെ ആചാരം വേണ്ട, ഞങ്ങൾ ഹിന്ദു മതത്തിൽ നിന്നും പിന്മാറും എന്നെങ്ങാനും ഇവരാരെങ്കിലും പറയാച്ചാൽ ഹിന്ദു മതസ്ഥരെന്ന് വെച്ചാൽ ഹൈന്ദവരും ക്രിസ്ത്യൻസും ഇവരുടെയൊക്കെ മതത്തിൽ നിന്നാണ് ഒരാളിങ്ങനെ പറയുന്നത് വെച്ചാൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ, അവൾ പൊക്കോട്ടെ, അവരും ദൈവവും ആയിക്കോളും എന്ന് പറഞ്ഞിട്ട് ആ മതസ്ഥരങ്ങ് കൈവിട്ടേക്കും. പക്ഷേ ഇസ്ലാം മതം ഒരാൾ ഉപേക്ഷിക്കുകയോ ഇസ്ലാം മതത്തെക്കുറിച്ച് കുറ്റം പറയുകയോ തട്ടം ഉപേക്ഷിക്കുകയോ ചെയ്താൽ നായികക്ക് 144 പ്രാവശ്യവും പറയും ഞങ്ങൾക്ക് കുഴപ്പമില്ല. എന്നിട്ടോ ദിവസം ഒരു 10 വീഡിയോ എങ്കിലും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ട് ഇവർ വീഡിയോ പോസ്റ്റ് ചെയ്യും. ഈ കുഴപ്പമില്ലെങ്കിൽ എന്തിനാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ നോക്കുന്നത്. പ്രശ്നമില്ലേ, അവനെ വഴിക്ക് അങ്ങ് വിട്ടാൽ മതി. പക്ഷെ അത് ചെയ്യൂല. അവർക്ക് എന്താ വെച്ചാൽ ഉള്ളിൽ സങ്കടം കിട്ടോ, ഞമ്മ ചുട്ടൊരു വെള്ളപ്പം മുട്ടയും കുത്തി തട്ടിയിട്ട് നാണമുണ്ടോ ഇങ്ങനെ പറയാൻ. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. മതത്തിന് സപ്പോർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞിട്ട് കുറേ
ലവന്മാരിറങ്ങിയിട്ടുണ്ട്. അപ്പം ലവന്മാർ മുഴുവനവും അവൾ പോയ മതമെന്താ ഇല്ലാതാവുന്ന അവളുടെ വിചാരം, മതത്തെ തകർക്കാൻ പറ്റുന്ന അവളുടെ വിചാരം, മതം അത് അവൾക്ക് മനസ്സിലായില്ല എന്ന് പറയും. എന്നിട്ടും ഞാൻ പോയതിനെ പറ്റി സംസാരിക്കും, ഇങ്ങനെ എടുത്ത് വെച്ച് സംസാരിക്കും. പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ, വളരെ മൂർച്ചയേറിയ വാക്കുകളാണ്. ആ മൂർച്ചയേറിയ വാക്കുകൾ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് വിളിച്ചു പറയുമ്പോൾ പല ആൾക്കാരെയും അത് മുറിവേൽപ്പിക്കും. ജസ്നയുടെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇതാണ് അവളുടെ ഉദ്ദേശം. ഇതുകൊണ്ടാണ് ജസ്ന വിമർശനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ജസ്നയെ വിമർശിക്കുന്നവരെ നമുക്ക് ഒരിക്കലും തെറ്റ് പറയാൻ വേണ്ടി പറ്റത്തില്ല. വിമർശിച്ചേ മതിയാവുകയുള്ളൂ. ഇതിനെതിരെ സംസാരിച്ചേ പറ്റത്തുള്ളൂ. എത്ര സംസാരിച്ചാലും നന്നാവത്തില്ല, അതാണ് വേറൊരു കാര്യം. എത്ര കിട്ടിയാലും പഠിക്കില്ല. എത്ര തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു ബോധം ജസ്നയ്ക്ക് ഇപ്പോഴും വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ജസ്ന ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഹിന്ദുക്കൾ മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാറില്ല, ക്രിസ്ത്യാനികളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാറില്ല, മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു മതത്തെ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ്. കുറച്ച് ആൾക്കാരെ, എല്ലാ മതത്തിലും തെറ്റ് ചെയ്യുന്നവരും വൃത്തികെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ എല്ലാ മതത്തിലും ഉണ്ട്. ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹിന്ദുക്കളിലുമുണ്ട്, ക്രിസ്ത്യാനികളിലുമുണ്ട്, മുസ്ലിങ്ങളിലുമുണ്ട്, എല്ലാ മതത്തിലും തെറ്റ് ചെയ്യുന്നവരുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു വിഭാഗത്തെ മുഴുവനായിട്ട് അടച്ചാക്ഷേപിക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല. അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതിലൂടെ മറ്റുള്ള ആൾക്കാർക്ക്, നല്ല രീതിയിൽ അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക്, അതേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ വിഷമം ഉണ്ടാക്കും. ആ വിഷമം നാളെ പല പ്രശ്നങ്ങളിലേക്കും മാറും. ഇവിടെ ഇപ്പോൾ ഏതോ ഒരു ഹിന്ദുവിന്റെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് വന്ന് ജസ്ന സലീം പറയുന്നതാണ് എന്ന് വരെ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലേക്ക് നാളെ മാറും. ജസ്ന സലീം പറഞ്ഞ ഈ ഒരു വാക്ക് മതി നമ്മുടെ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ. അപ്പോൾ ശരിയായിട്ട് നമ്മുടെ സമൂഹത്തിന് നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടല്ലോ. നമ്മുടെ സൊസൈറ്റി ഡിവൈഡ് ചെയ്തേക്കുന്നത് ഓരോരോ രീതിയിലാണ്. ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിന്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ബേസിന് വിള്ളൽ വരുന്ന രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പാടില്ല. തെറ്റ് ചെയ്യുന്നവരാരാണോ അവരെക്കുറിച്ച് മാത്രം സംസാരിക്കുക, അല്ലെങ്കിൽ ജസ്നയെ കളിയാക്കുന്നത് ആരാണോ അവരെക്കുറിച്ച് മാത്രം സംസാരിക്കുക. ജസ്ന എപ്പോഴും മതം ഉപയോഗിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ജസ്നയുടെ പ്രധാന മാർക്കറ്റിംഗ് തന്ത്രം അതാണ്. ജസ്ന മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മതത്തെയാണ്. ഇത്രയും നാളും ജസ്ന മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്നയുടെ മതത്തെ തന്നെയാണ്. ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ജസ്ന മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്നയുടെ മതത്തെ തന്നെയാണ്. ഞാനൊരു മുസ്ലിം യുവതിയാണ് എന്നുള്ള ആ ഒരു ലേബലിനെയാണ് ജസ്ന ഇത്രയും നാളും മാർക്കറ്റ് ചെയ്തത്. എന്നിട്ട് ആ ഒരു ലേബലിനെ ഇപ്പൊ ജസ്ന തള്ളി പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ലേബല് ഇനിയും കൂടുതൽ എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ജസ്നയ്ക്ക് മനസ്സിലായി. ആ ലേബലിൽ ഇനി നിന്ന് കഴിഞ്ഞാൽ ജസ്നയ്ക്ക് വരുമാനം കിട്ടില്ല, ജസ്ന വരച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ വിൽക്കാൻ പറ്റില്ല എന്ന് ജസ്നയ്ക്ക് മനസ്സിലായി. അപ്പൊ ജസ്ന ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? മുസ്ലിങ്ങളെ തള്ളി പറഞ്ഞ് കാണിക്കുകയാണ്. ആരെ? ഹിന്ദുക്കളെ കാണിക്കുകയാണ്. ഞാൻ മുസ്ലിങ്ങളെ തള്ളി പറയുന്നു, ഞാൻ മുസ്ലിങ്ങളെ പാടെ ഉപേക്ഷിച്ചു, മുസ്ലിം എന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ പാടെ ഉപേക്ഷിച്ചു, മുസ്ലിങ്ങൾ ശരിയല്ല, മുസ്ലിങ്ങൾ മൊത്തത്തിൽ എന്നെ ഉപദ്രവിക്കുകയാണ്, എന്നെ വേട്ടയാടുകയാണ് എന്നുള്ള ആ ഒരു ഇമേജ് സൃഷ്ടിച്ചെടുക്കാനാണ് ജസ്ന സലീം നോക്കുന്നത്. അപ്പൊ ഇത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കാതെ ഇരിക്കുക. ജസ്നയുടെ ഉദ്ദേശം അതാണ്. ആ ഉദ്ദേശത്തെയാണ് നമ്മൾ വിമർശിക്കുന്നത്. ജസ്ന എന്ന് പറയുന്ന വ്യക്തിയെ അല്ല വിമർശിക്കുന്നത്, ജസ്നയുടെ പ്രവൃത്തിയെയും ജസ്ന ഈ സമൂഹത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന മോശപ്പെട്ട കാര്യത്തെയും മാത്രമാണ് വിമർശിക്കുന്നത്. ഇത്രയും നാളും ഏത് ലേബലിലാണോ നിന്നത് ആ ലേബലിനെ ഇപ്പൊ തള്ളി പറഞ്ഞ് കാണിക്കുകയാണ്. അപ്പൊ തള്ളി പറയുമ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ, എല്ലാ മതവിഭാഗത്തിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിപ്പറച്ചിലുകൾ നടത്തുന്ന ആൾക്കാരുണ്ടല്ലോ. ആ ആൾക്കാരെ പ്രീതിപ്പെടുത്തുക. ആ ആൾക്കാരെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജസ്നയ്ക്ക് എന്താണ്? പിന്നെയും മാർക്കറ്റിംഗ് ചെയ്യാം, ഇഷ്ടംപോലെ വരുമാനം കിട്ടും. അതാണ് ജസ്ന കാണിക്കുന്നത്. അപ്പൊ ഇത് രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കൊള്ളാം. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകും. ഇതുപോലുള്ള കുറേ ക്രിമികീടങ്ങൾ ഇരിപ്പുണ്ട്. ഒരു വിഭാഗത്തെ മൊത്തത്തിൽ തള്ളിക്കളഞ്ഞ്, ഒരു വിഭാഗത്തെ മൊത്തത്തിൽ തള്ളിപ്പറഞ്ഞ് അവർ മോശക്കാരാണ്, അവർ തെറ്റുകാരാണ്, അവരങ്ങനെയാണ്, അവരിങ്ങനെയാണ് എന്ന് പറഞ്ഞ് മറ്റ് വിഭാഗത്തിന്റെ പ്രീതി പിടിച്ചു നേടുക. എന്നിട്ട് പ്രീതി പിടിച്ചിട്ട് അതിലൂടെ വരുമാനം ഉണ്ടാക്കി അതിലൂടെ കാശ് സമ്പാദിക്കുന്ന ഒരുപാട് ആൾക്കാർ യൂട്യൂബിലും ഉണ്ട്. യൂട്യൂബിലും അത്തരം ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരെ നമ്മൾ തിരിച്ചറിയുക. അവരുടെ വാക്കുകൾക്ക് നമ്മൾ യാതൊരു രീതിയിലും പ്രാധാന്യം കൽപ്പിക്കേണ്ട കാര്യമില്ല. ശരിയായിട്ട് സമൂഹത്തിൽ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരും തന്നെ ഒരു വിഭാഗത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കത്തില്ല. ആൾക്കാരെ, തെറ്റ് ചെയ്യുന്നവരെ മാത്രം അടച്ചാക്ഷേപിക്കും. ഞാൻ അങ്ങനെയാണ്.
എനിക്ക് ആര് തെറ്റ് ചെയ്തു എന്ന് കണ്ടു കഴിഞ്ഞാലും ആ ഒരു വ്യക്തിയെ മാത്രമാണ് ഞാൻ അടച്ചാക്ഷേപിക്കുന്നത്, അല്ലാതെ ആ വ്യക്തിയുടെ മതത്തെ അടച്ചാക്ഷേപിക്കത്തില്ല. ആ വ്യക്തി ഏത് ഗ്രൂപ്പിലുള്ളതാണോ അവരെ മൊത്തത്തിൽ ഞാൻ ഒരു കാരണവശാലും കുറ്റം പറയില്ല. തെറ്റ് ചെയ്തത് ആരാണോ അവരെ മാത്രം കുറ്റം പറയുക. അവരുടെ മാത്രം മനസ്സിനാണ് കളങ്കം വന്നേക്കുന്നത്. ബാക്കിയുള്ളവരുടെ മനസ്സിന് കളങ്കം വീഴുവാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് സംസാരിച്ചാൽ പോരെ? എന്തിനാണ് അതിന് മുമ്പ് സംസാരിക്കുന്നത്? ഇപ്പോഴും ജസ്ന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അങ്ങനെയാണ്. ജസ്ന അറിയാതെ അല്ല ചെയ്യുന്നത്, അറിവില്ലായ്മ കൊണ്ടല്ല ചെയ്യുന്നത്, അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമാണ് ജസ്ന ഈ പ്രവൃത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്നയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ജസ്ന ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിലും ജസ്ന ഇടാൻ പോകുന്ന വീഡിയോസ് ഒക്കെ തന്നെ അങ്ങനെയാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഒരു കുറിയൊക്കെ തൊട്ടിട്ടാണ് ജസ്നയുടെ ആ ഒരു ഇത്. അതിന്റെ തംബ്നെയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു കുറിയൊക്കെ തൊട്ടിട്ടാണ് തംബ്നെയിൽ. എന്നിട്ട് മതമില്ലാത്ത ജസ്ന സലീം ആശംസ നേർന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാണാം. ഇതിനകത്ത് വെല്ലുവിളിക്കാണ്, ഓപ്പൺ ആയിട്ട് വെല്ലുവിളിക്കാണ്. നിങ്ങൾ ഈ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണം, ഉസ്താദുമാർ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യണം, റിയാക്ട് ചെയ്തിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, അത് റിയാക്ട് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് തരാം റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്താണ്? ജസ്ന എന്ന് പറയുന്ന ആ ഒരു പേര് ഒരു കാരണവശാലും, ആ വൈറലായിട്ട് നിൽക്കുന്ന ആ ഒരു പേര് ഒരു കാരണവശാലും പോകാൻ പാടില്ല. പിന്നെയും ആ പേര് ആൾക്കാർ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇനി മുസ്ലിം എന്ന് പറയുന്ന ലേബലിൽ നിന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല എന്ന് ജസ്നയ്ക്ക് അറിയാം. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമുണ്ടായി, വലിയ രീതിയിലുള്ള കേസായി, വഴക്കായി. അപ്പോൾ കുറേ ഹിന്ദുക്കൾക്ക് ഏകദേശം ഇവരുടെ ഒരു കാര്യം പിടികിട്ടി, ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് പിടികിട്ടി. ഇനി ഹിന്ദുക്കളെ ആ രീതിയിൽ നിന്നുകൊണ്ട് പറ്റിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ ജസ്ന സലീം റൂട്ട് മാറ്റി. നല്ല ബുദ്ധിമതിയാണ് കേട്ടോ ജസ്ന. ജസ്ന ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റാണ്. ജസ്നയ്ക്ക് ജസ്നയുടേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാം. പടം വരയ്ക്കുകയോ ചിത്രം വരയ്ക്കുകയോ അത് 5000 രൂപയ്ക്കോ 10000 രൂപയ്ക്കോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എന്തിനാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എന്തിനാണ് വിള്ളലുകൾ ഉണ്ടാക്കുന്നത്? ജസ്നയ്ക്ക് ആരെങ്കിലും ഉപദേശിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ മാത്രം ഉപദേശിക്കുക. എന്തിനാണ് ഈ മതത്തിന്റെ പേര് ഇങ്ങോട്ട് വലിച്ചിടുന്നത്? മതത്തിന്റെ പേര് എപ്പോഴും പറയും. ജസ്ന എന്ന് പറയുന്ന വ്യക്തി എപ്പോഴും സംസാരിക്കും മതത്തെക്കുറിച്ച്. മതം എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആ ഒരു കാര്യം ജസ്നയുടെ സംസാരത്തിൽ എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, എപ്പോഴും ഉണ്ടാവും. ഇനി അങ്ങോട്ട് തുടർന്നും ഈ രീതിയിലുള്ള വീഡിയോ ആയിരിക്കും ജസ്നയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ?